സ്വർണത്തിൻ്റെ വില കുതിച്ചുയരുമ്പോൾ പ്രവാസികൾക്കും തിരിച്ചടിയാണ്. നാട്ടിലേക്ക് സ്വർണം കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിമാനത്താവളത്തിൽ പിടിവീഴും. സ്ത്രീകൾക്ക് കൊണ്ടുപോകാവുന്നത് ഏതാണ്ട് 1 പവൻ സ്വർണം, പുരുഷന്മാർക്കാണെങ്കിൽ 1/2 പവൻ. ഇതാണ് നിയമപ്രകാരം കൊണ്ടുപോകാവുന്ന സ്വർണത്തിൻ്റെ അളവ്. പക്ഷേ കാലാനുസൃതമായി ഈ നിയമം പരിഷ്കരിച്ചില്ലെങ്കിൽ പ്രവാസികൾ വലിയ ദുരിതത്തിലാകും. ഞാൻ സെപ്റ്റംബർ 9 ഉച്ചയ്ക്ക് 1:30 മണി ഫ്ലൈറ്റ് ആയിരുന്നു അബുദാബിയിൽ നിന്ന്. 7:30 ലാൻഡ് ചെയ്തു. കറക്റ്റ് ടൈമായിരുന്നു. ഫ്ലൈറ്റ് തിരക്ക് കുറവായിരുന്നു. നമ്മൾ സാധാരണ ഒഫീഷ്യലി അവിടെ വരുന്ന എല്ലാവരും അവിടെ ചെക്കിങ്, വെളിയിൽ ചെക്കിങ് ഉണ്ട്. അതായത് നമ്മൾ ഗ്രീൻ ചാനലിൽ കൂടി വരുമ്പോൾ പുറത്തുള്ള കസ്റ്റംസ് ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് ടൈം അവർ കസ്റ്റംസ് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളുടെ ബാഗ് സ്ക്രീൻ ചെയ്യണം പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹാൻഡ് ബാഗും അതുപോലെ ബാഗും സ്ക്രീൻ ചെയ്തു. സ്ക്രീൻ ചെയ്ത ശേഷം പറഞ്ഞു ഗോൾഡ് എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ ഹാൻഡ് പൗച്ചിൽ പാസ്പോർട്ട് വയ്ക്കണം, അതിലുണ്ട് പറഞ്ഞു. അതും സ്ക്രീൻ ചെയ്തു. അതിനുശേഷം അവർ ഇതെടുത്തിട്ട് പറഞ്ഞു ഇത് വളയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗിഫ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി വന്ന വളയാണ്, 3 പവൻ്റെ ഉള്ള വളയാണ്. എനിക്ക് ഗോൾഡ് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് അറിയുക ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു ഒഫീഷ്യലി ഒരാൾ കൊണ്ടുവരാമല്ലോ, അല്ല ധരിക്കുന്നതല്ലാണ്ട് ബിസ്ക്കറ്റോ ഗോൾഡോ കയ്യിൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ പൈസ അടയ്ക്കണം. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറയ്ക്ക് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈ മാസം 9-നുണ്ടായ അനുഭവമാണ് ഇത്. സഹോദരന്റെ മകളുടെ വിവാഹത്തിന് സമ്മാനമായി നൽകാൻ കൊണ്ടുപോയ വളയാണ് വില്ലനായത്. ഗോൾഡ് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോഴത്തെ നിയമപ്രകാരം ഇത് ചെയ്യാൻ പറ്റില്ല. 50,000 രൂപ വിലയുള്ള ഗോൾഡേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പൈസ അടയ്ക്കണം. 17,000 രൂപ അടയ്ക്കണം. ഞാൻ പറഞ്ഞു 17,000 അടയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു കാര്യം ഗോൾഡ് വെച്ചോളൂ. ഞാൻ എൻ്റെ ഏട്ടൻ്റെ മോളുടെ എൻഗേജ്മെൻറ്റിന് അവർക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നാണ്. ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ട് കൊടുത്തു. ഞാൻ തിരിച്ചു പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകാം. അവരിതില്ല, അല്ല ഇത് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. നിങ്ങൾ റെഡ് ലൈനിൽ കൂടെ വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ വശം 30 ഗ്രാം ഉള്ള ഗോൾഡ് എന്താണെന്ന് ഞങ്ങളെ കാണിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എടുത്ത് വയ്ക്കാം. നിങ്ങൾ ടാക്സ് അടയ്ക്കാണ്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് എടുത്ത് വയ്ക്കാം, തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാം. അങ്ങനെ ഗോൾഡ് അതുകൊണ്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ നോക്കാം നിങ്ങളുടെ സീറ്റും ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എക്സാക്ട് റൂൾ പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ പൈസ അടയ്ക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് അവരുടെ ഇത് മാറി. പ്രവാസികൾ നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാവുന്ന സ്വർണത്തിന് പരിധി നിശ്ചയിക്കുന്ന നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കാത്തതാണ് പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം. 2016 നിയമമാണ് നിലവിലുള്ളത്. ഇതനുസരിച്ച് പുരുഷന് 50,000 രൂപയുടെ സ്വർണവും സ്ത്രീക്ക് 1,00,000 രൂപയുടെ സ്വർണവുമാണ് നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുക. നിയമമുണ്ടാക്കുന്ന സമയത്ത് ഗ്രാമിന് 2,500 രൂപയും പവന് ഏതാണ്ട് 20,000 രൂപയും മാത്രമായിരുന്നു വില. ഗവൺമെന്റ് കാലാതീതമായിട്ട് നമ്മളെ ടാക്സ് പരിഷ്കരണം എല്ലാം പരിഷ്കരണം വരുന്നുണ്ടല്ലോ. നമ്മൾ കൊടുക്കുന്ന റവന്യൂവിനനുസരിച്ചുള്ള റിട്ടയർമെന്റ്സിലെല്ലാം മാറിയല്ലോ. സ്വർണത്തിലും ഈ കാര്യത്തിൽ മിനിമം അത് ചെയ്യണ്ടേ. ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് ഒരു സിറ്റിസനെ ഇല്ലീഗലിലേക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും ഒരു ഉദാഹരണമാണിത്. കാരണം നമുക്ക് താലിമാരെ ഉപേക്ഷിക്കാൻ പറ്റൂല. നമുക്ക് ഈ മോതിരങ്ങൾ, ഈ മെമ്മറീസ് മോതിരങ്ങൾ മാറ്റാൻ പറ്റൂല. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. വെഡിങ് റിംഗ് ആയിരിക്കാം, അച്ഛൻ കൊടുത്തതായിരിക്കാം, അമ്മ കൊടുത്തതായിരിക്കാം. ഇപ്പൊ പല ആൾക്കാരും ഇതൊക്കെ ഞാൻ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് നിങ്ങളതൊക്കെ ഊരി വെച്ചിട്ട് പോകാം. ഇപ്പൊ വല്ലാത്തൊരു മാനസികമായ സമ്മർദ്ദം പ്രവാസികൾക്ക് ഇതുകൊണ്ട് എയർപോർട്ടുകളിൽ ഉണ്ടാവുന്നുണ്ട്. 10 വർഷത്തിനിടെ 4 ഇരട്ടിയിലധികം വില സ്വർണത്തിന് കൂടി. പക്ഷേ നിയമം മാത്രം പരിഷ്കരിച്ചില്ല. സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നതിന് പകരം കൊണ്ടുവരാവുന്ന സ്വർണത്തിന്റെ അളവ് നിശ്ചയിക്കണമെന്നാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അടക്കമുള്ള പ്രവാസി സംഘടനകളുടെ ആവശ്യം. ഭാവിയിലെ തർക്കങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. ഇക്കാര്യം വ്യക്തമാക്കി കേരള സർക്കാരുകൾക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. കേരള ഗവൺമെന്റിന് കൊടുത്തു, ചീഫ് മിനിസ്റ്ററിന് കൊടുത്തു. കാരണം ഇദ്ദേഹം ഫൈനാൻസ് മിനിസ്റ്ററെ ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ആ തരത്തിലും കൂടി നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ റിപ്ലൈ വന്നിട്ടുണ്ട് കേരള ഗവൺമെന്റിൽ നിന്നും. ഞങ്ങളിത് ഗവൺമെന്റിന്, സെൻട്രൽ ഗവൺമെന്റ്, അതോടൊപ്പം ചീഫ് സെക്രട്ടറിക്കും പിന്നെ അവിടുത്തെ സെക്രട്ടറിക്കും ഞങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പഠിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നിർമ്മലാജിയുടെ ഓഫീസിലും ഇത് എത്തിയിട്ടുണ്ട്. അവരും ഇത് ഫേവറബിളി ലുക്ക് ചെയ്യും, കാണുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. വിമാനത്താവളത്തിൽ പ്രവാസികളുടെ അഭിമാനം ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഉദ്യോഗസ്ഥർ പെരുമാറാൻ നിയമത്തിലെ അപാകത വഴിവെക്കുന്നുണ്ട്. ഇടയ്ക്കിടെ നാട്ടിൽ പോകുന്ന പ്രവാസികളെ സ്വർണ്ണക്കടത്തുകാരായി കാണുന്ന മാനസികാവസ്ഥയും ചില ഉദ്യോഗസ്ഥർക്കുണ്ട്. നിയമം ലംഘിക്കുന്നവരും കള്ളക്കടത്തുകാരും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണരുത്. നിങ്ങളെന്തിനാ ജൂലൈയിൽ വന്നത്? നിങ്ങളെന്തിനാ മാർച്ചിൽ വന്നത്? നിങ്ങളെന്തിനാ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഇവരുടെ പെർമിഷൻ എടുക്കണം. നമ്മൾ സാധാരണ ജോലിക്കാർ ലീവ് ആപ്ലിക്കേഷൻ നമ്മുടെ ഓഫീസ് ബോസ്മാർക്ക് കൊടുക്കും പോകും. ഇപ്പോൾ ഞാനൊരു എംപ്ലോയർ ആയതുകൊണ്ട് ഒക്കെ എൻ്റെ വീട്ടിൽ നെന്മാറ വേലയ്ക്ക് ഞാൻ പോയിരുന്നു.
എൻ്റെ മക്കളുടെ വെക്കേഷന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നാടുമായിട്ട് കൂടുതൽ ബന്ധം കൊണ്ട് നാട്ടിലെ പല വിഷയങ്ങളൊക്കെ പോകാൻ അത് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്ത് പോലും ടിക്കറ്റ് കോസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഷാർജയിലെ വ്യക്തി അബുദാബിയിൽ നിന്നാണ് യാത്ര ചെയ്തത്. കാരണം ടിക്കറ്റ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു പോകുന്നത് റാസൽ ക്യാമിക്കാണ്. ഞാൻ അവരോട് പറയുകയും ചെയ്തു, ഞാൻ പിറ്റേന്ന് റാസൽ ക്യാമിക്ക് പോകണം, അപ്പോൾ അവിടെ കാരണം റേറ്റ് കുറഞ്ഞ ഫ്ലൈറ്റ് കിട്ടും. അല്ല, നിങ്ങൾ ഇത്രയും യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് കൊണ്ടുവന്നു? എന്നെ ഒരു സ്മഗ്ലർ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, ഈ വർത്തമാനം പറയുന്നത് ശരിയല്ല, ഞാൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ്, ഞാനും ഇങ്ങനെ പ്രവാസി വിഷയങ്ങൾ പല ബന്ധപ്പെട്ട നിങ്ങളെ പൊളിറ്റിക്കൽ ചെയ്യണമെന്ന്. അല്ല, ഞങ്ങൾക്കിതില്ല, ഇനി വരാൻ പോകുന്ന ഓഫീസേഴ്സ് ഇതിനേക്കാൾ സ്ട്രിക്റ്റാണ്, ഞങ്ങളായിട്ട് ഇപ്പോൾ സെറ്റിൽ ചെയ്യണം നല്ലത്. ഇത് ഒരു പക്ഷേ മിസ്യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവാം, നമ്മളത് പറയുന്നില്ല. ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്ന സമയങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും, അത് ഗവൺമെൻറ് തടയണം നിർബന്ധമായിട്ട്. അതിനൊക്കെ നമ്മൾ പരിപൂർണമായി ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നു. ആ കാര്യത്തിലൊക്കെ ഗവൺമെൻറ് ശക്തമായ നടപടിയായിട്ട് പോകണം. പക്ഷേ നമ്മുടെ സഹോദരിമാർ ഉപയോഗിക്കുന്ന താലിമാലകൾ, റിങ്ങുകൾ, ഇതൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. അല്ലെങ്കിൽ കുറച്ചും കൂടി എമൗണ്ട് കൂട്ടണം, അല്ലെങ്കിൽ പവനിലേക്ക് മാറ്റണം, ഇത് ഗ്രാമേജിലേക്ക് മാറ്റണം. അതാണ് നമ്മുടെ ആവശ്യം. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇൻസ്റ്റെഡ് ഓഫ് റുപ്പീസ് വാല്യൂ ഗോ ടു ഗ്രാമേജ്, വോളിയം. ആ വോളിയമിലേക്ക് ഇത് കൊണ്ടുപോകണം. എത്ര വോളിയമാണ് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത്. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് പ്രവാസികൾ നൽകുന്ന സംഭാവന ചെറുതല്ല. വിമാനയാത്രാ നിരക്കിലടക്കം പ്രവാസികൾക്ക് നീതി ലഭിക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. കറവ പശുക്കളെ പോലെ പ്രവാസികളെ കാണരുത്. 10-12 മണിക്കൂർ പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് വാങ്ങുന്ന സാധനങ്ങളിൽ അവന്റെ കണ്ണീരിന്റെയും വിയർപ്പിന്റെയും ഉപ്പുരസമുണ്ട്. ഉറക്കം നടിക്കുന്ന ഭരണകർത്താക്കൾ ഇതുകൂടി തിരിച്ചറിയണം. ഒരിറ്റ് കനിവും മനുഷ്യത്വവും കാട്ടണം. അടിയന്തിരമായി നിയമം പരിഷ്കരിക്കുകയും അഭിമാനത്തോടെ നാട്ടിലെത്താൻ പ്രവാസികൾക്ക് വഴിയൊരുക്കുകയും വേണം.